ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ രണ്ടുപേര് പുറത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുകയാണ്. ഗോകുവിന്റെ കൂടെയുള്ള ആൾക്കാരെ എല്ലാവരും അവരാണെങ്കിൽ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കും. ഗോകുവിന്റെ ഫ്രണ്ട്സും എല്ലാവരും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. ഗോകു ഒരു സാധാരണ മനുഷ്യനല്ല എന്നും ഒരു സയാൻ വംശജനാണെന്നും അവൻ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് വന്ന് പതിച്ചതാണെന്നും അവർ തിരിച്ചറിയും. അതിനുശേഷം സയാൻ വംശത്തിലുള്ള ആളുകൾ ഭൂമിയിലേക്ക് എത്തി ഭൂമി നശിപ്പിക്കാനും പിടിച്ചെടുക്കാനും ശ്രമിച്ചു. പക്ഷെ ഗോകുവും ടീമും ചേർന്ന് അവരെ തടഞ്ഞു. അതിനുശേഷം പിന്നീട് ബാബിഡി അതവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഗോകുവും ടീമും ആണെങ്കിൽ അവരുടെ സകല പവർ ഉപയോഗിച്ച് അതുമായിട്ട് ചേർത്ത് നിന്നു. ഗോകുവും ടീമും അവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത് അത് ഡ്രാഗൺ ബോൾസിന്റെ സഹായത്തിലാണെന്നും ഷെൽട്രോൺ ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ള വിഷെല്ലാം സാധിച്ചു കൊടുക്കുന്നതെന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും തിരിച്ചറിയും. ഗോകു ആണെങ്കിൽ ഷെൽട്രോണിനോട് വിഷ് ചോദിക്കുന്നത് അവര് കണ്ട് ഷോക്കാവും. അതിനുശേഷം 7 ഡ്രാഗൺ ബോൾസിന്റെ സഹായത്തിലാണ് ഷെൽട്രോൺ വിളിക്കുന്നതെന്നും അതിനുശേഷം എപ്രകാരമാണ് അവരുടെ വിഷ് ചോദിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കും. അത് അവർ അടയാളപ്പെടുത്തും. എന്നാൽ 3 വിഷുകൾ സാധിക്കാൻ കഴിയുന്നുള്ള കാര്യം അവർ മനസ്സിലാക്കും. അതിനുശേഷം അവർ മാജിക് ബൂന് എന്ത് സംഭവിച്ചു എന്ന് ചെക്ക് ചെയ്യും. അപ്പോഴാണ് മാജിക് ബൂ ബാബിഡിയെ തന്നെ നശിപ്പിച്ചു കളയുന്ന കാര്യം അവർ ശ്രദ്ധിക്കുക. അവരാണെങ്കിൽ ഷോക്കാവും. പക്ഷെ അവന്റെ കൂടെയുള്ള കുഞ്ഞൻ മോൺസ്റ്ററിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ആണെങ്കിൽ ആ വലിയ ടെമ്പിൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. അവിടെ കിനെ കണ്ട് അവർ ഷോക്ക് ആവുകയാണ്. മാത്രമല്ല പിന്നീട് ബൂ അവൻ ട്രാൻസ്ഫോം ആയി ഗോകു ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടും അവർ വണ്ടറടിക്കും. അതങ്ങനെ കൂടി വരുന്നത് കണ്ട് അവർ ഷോക്ക് ആവുകയാണ്. ഓ നോ, ഇവൻ ആരാണ്? സയാൻ വംശത്തിന്റെ തന്നെ രാജകുമാരനോ? പക്ഷെ അവർക്ക് പോലും ഇത്രയും ശക്തി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ബൂവിന് ഈ ലോകത്തെ തന്നെ തോൽപ്പിക്കാനും നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അവനെ തോൽപ്പിക്കാൻ എങ്ങനെ ഇവനെ കൊണ്ട് സാധിക്കുന്നു എന്ന് അവർ ചിന്തിക്കും. അതേസമയം ഗോകു ആണെങ്കിൽ ഇപ്പൊ ഭൂമിയുടെ ശക്തി മുഴുവനായിട്ട് ആർജിച്ചെടുത്ത് ആ പവർ ഉപയോഗിച്ച് അവനെ ആഞ്ഞടിച്ച് നശിപ്പിക്കും. ഗോകു ആണെങ്കിൽ ബൂവെ തോൽപ്പിച്ചു കണ്ട് അവരങ്ങനെ അമ്പരം നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു കുഞ്ഞന് ഭയങ്കര സന്തോഷം. ഉടനെ കൂടെയുള്ള സ്പൈക്കനാണെങ്കിൽ ഇപ്പോ അദ്ദേഹത്തോട് പറയും, കിങ് ഗോമാവിന് അഭിനന്ദനങ്ങൾ, നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഇനി ആർക്കും കഴിയില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും മറ്റൊരു പെൺകുട്ടി അവൾ അവിടേക്ക് കടന്നു വരിക. സ്പൈക്കനാണെങ്കിൽ അവളെ കണ്ട് ഞെട്ടും. ഓ മൈ ഗോഡ്, എന്റെ സഹോദരി. അവളാണെങ്കിൽ ഇപ്പൊ ഗോമയുടെ അടുത്തേക്ക് വരും. കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ ഈ ഒരു പുതിയ വിജയത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഉടനെ അവനാണെങ്കിൽ അവളോട് എന്റെ റിസർച്ച് ഇതെങ്ങനെ പോകുന്നു ചോദിക്കും. അതിന് അവള് പറയും, അത് വളരെ നന്നായിട്ട് തന്നെ പോകുന്നു. ഡബോറെ അവൻ ഇത്ര എളുപ്പത്തിൽ കൊന്നുകളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇനി ഇവിടെ മുഴുവൻ കമാൻഡറായിട്ട് ഭരിക്കാൻ പോകുന്നത് അത് നിങ്ങളാണ്. എന്റെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള പണം നിങ്ങൾ തരില്ലേ ചോദിക്കും. അതിനവൻ പറയും, ഉറപ്പായിട്ടും തരും. അവളാണെങ്കിൽ അവരോട് പറയും, ഒരുപക്ഷെ ഡബോറെ ഇല്ലാതാക്കിയവര് ഇവിടേക്കും വരാം, നമ്മളെ ഇല്ലാതാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനാൽ സ്പൈക്കം പറയും, അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മളെപ്പോഴും ഇവിടെ സേഫ് ആയിട്ട് ജീവിക്കും. അവളാണെങ്കിൽ കിങ് ഗോമയോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. കിങ് ഗോമയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടും. ഇനി ഒരുപക്ഷെ അവള് പറഞ്ഞതുപോലെ ആ ടീം അവരിവിടേക്ക് വരുമോ? ബോയെ നശിപ്പിച്ചതുപോലെ നമ്മളെ നശിപ്പിക്കുമോ? അതിന് കൂടെയുള്ള സ്പൈക്കും പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവർക്ക് ഒരു കാരണവശാലും ഇവിടേക്ക് കടന്നു വരാൻ കഴിയില്ല. ഡ്രാഗൺ ബോളിന്റെ സഹായത്താലെന്നല്ല, ഒരാളുടെ സഹായത്താലും ഇവിടെ എത്താൻ പറ്റില്ല. ആ കുഞ്ഞനാണെങ്കിൽ ചാടി എഴുന്നേക്കും, നമുക്ക് എത്രയും വേഗം ആ ഡ്രാഗൺ ബോൾസ് കൈക്കലാക്കണം. അതിന് ആ സ്പൈക്കം പറയും, അത് അത്ര വേഗം കൈക്കലാക്കാൻ കഴിയില്ല, അതിനെ സംരക്ഷിക്കാനായിട്ട് 3 പേരുണ്ട്. അതിനവൻ പറയും, ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ഡ്രാഗൺ ബോൾസിന്റെ കാര്യമല്ല, ഭൂമിയിലുള്ള ഡ്രാഗൺ ബോൾസിന്റെ കാര്യമാണ്. അതുപയോഗിച്ച് നമുക്ക് പലതും ചെയ്യാനായിട്ട് കഴിയും. അത് കേട്ട് സ്പൈക്കൻ ഷോക്ക് ആവുന്ന അതേസമയം ആ ലേഡി ആണെങ്കിൽ അവിടേക്ക് വന്ന്, വാവ്, ഇതൊരു നല്ല ഐഡിയ ആണെന്ന് പറയും. അത് കേട്ട് അവരാണെങ്കിൽ ഷോക്കാവും. ഓ നോ, നീ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണോ? നീ ഇവിടെ വിട്ടു പോയില്ലേ? അവളാണെങ്കിൽ ഇപ്പൊ അവരെ നോക്കി പരിഹസിച്ച് അവിടെ നിന്ന് കടന്നു പോവും. ഉടനെ ആ കുഞ്ഞൻ പറയും, നമുക്ക് എല്ലാവരെയും ചെറുതാക്കണം. രണ്ടാമത്തെ എന്റെ ആഗ്രഹം ഈവിളായി അത് തടയണം. അതിനുശേഷം ആ ഈവിൾ തേർഡായി അത് ഞാൻ സ്വന്തമാക്കി മാറ്റും. അതിലൂടെ ഒരുപാട് പവർ അത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. സുപ്രീം ഡീമൻ ടീമിന്റെ കയ്യിലാണ് വർഷങ്ങളായിട്ട് ആ ഒരു ഈവിൾ തേർഡായി ഉള്ളത്. അത് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് ഉപയോഗിച്ച് നേടിയെടുക്കാനായിട്ട് കഴിയും. അത് കേട്ട് സ്പൈക്കനാണെങ്കിൽ ഡബിൾ ഷോക്ക്. 3ാമത്തെ വരം എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് പറയുമ്പോൾ അതിന് ആ സ്പൈക്കൻ പറയും, 3ാമത്തെ വരമെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. ഉടനെ ആ കുഞ്ഞൻ പറയും, ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടുന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, എന്റെ പ്ലെയിൻ അത് റെഡിയാക്കുക. അല്ല, എനിക്കൊരു നമുക്കിനെ എത്രയും വേഗം കണ്ടെത്തണം. അവർക്കാണ് ഡ്രാഗൺ ബോളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതറിയാവുന്നത്. അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോൾ ദൂരത്തായിട്ട് ഒരാള് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരാണെങ്കിൽ ഫ്ലൈറ്റിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ദൂരത്തായിട്ട് നമുക്കിയാൻ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. ആ ഉണ്ടപ്പനാണെങ്കിൽ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് പറയും, ഒന്ന് അനങ്ങി നടക്ക്, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറയും. ആ നമുക്കിയാനാണെങ്കിൽ ഇപ്പൊ അനങ്ങി ആ പേടകത്തിലേക്ക് കയറും. ഉണ്ടപ്പനാണെങ്കിൽ അവന്റെ അടുത്തിരുന്ന് ബോധം പോവും.
ഓ നോ, നീ കുളിച്ചിട്ട് എത്ര കൊല്ലമായി? അതിനവൻ പറയും, 1 വർഷം മുമ്പ് കാല് വഴുതി ഞാനൊരു കുളത്തിൽ വീണതാണ്. അതിനുശേഷം അത്ര വൃത്തികെട്ട കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് കേട്ട് ഉണ്ടപ്പന്റെ കൺട്രോൾ പോവും. അവനാണെങ്കിൽ സ്പൈക്കിനോട്, നീ പുറകിലേക്കിരിക്കെ എനിക്ക് ഇവന്റെ നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല, പേടകം ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞ് അവനെ തള്ളി പുറകിലേക്കാക്കി. ഇപ്പൊ അവൻ ആ പേടകം ഓടിച്ച് മുകളിലേക്ക് പറന്നു ഉയരാനായിട്ട് തുടങ്ങും. നമുക്കിയനാണെങ്കിൽ ഇപ്പോ അവരോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് താഴെ ഇറങ്ങണം, എന്റെ ബ്രഷ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അതിന് ഉണ്ടപ്പൻ കോമ പറയും, ഇപ്പൊ എവിടേക്കും പോകാൻ പറ്റില്ല, നമുക്ക് ആ നമുക്കിയൻ ഗ്രഹത്തിലേക്ക് പോകണം. അത് കേട്ട് അപ്പാപ്പനും ഭയങ്കര സന്തോഷം. വാവ്, അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിയ എനിക്ക് എന്നെ പോലുള്ള ഒരുപാട് പേരെ കാണാൻ കഴിയുമെന്ന് പറയും. അവരങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴായിരിക്കും ഇപ്പോ ആ കോമയെ പോലെ ഫേസ് ഉള്ള മറ്റൊരു വലിയ പേടകം കാണിക്കുക. അതാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ചോദിക്കും. ഉടനെ ഗോമയാണെങ്കിൽ, എന്റെ പേര് ഗോമ, ഞങ്ങൾ പുറം ലോകത്തേക്ക് പോവുകയാണെന്ന് പറയും. പിൻ നമ്പർ ചോദിക്കും. ആ സ്പൈക്കിനാണെങ്കിൽ നമ്പർ പറഞ്ഞു കൊടുക്കും. ജയന്റ് പേടകമാണെങ്കിൽ അവർക്ക് പോവാനുള്ള പെർമിഷൻ അത് ഗ്രാൻഡ് ചെയ്യാണ്. അടുത്ത നിമിഷം ഡോർ ഓപ്പൺ ആവും. അവരുടെ പേടകം അതിലൂടെ ചെന്ന് ഇപ്പോ മറ്റൊരു സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ മറ്റൊരു ചെറിയ പേടകം അവരോട് എവിടെയാണ് പോകേണ്ടത് ചോദിക്കും. അതിന് അവര് ഭൂമിക്ക് അടുത്തുള്ള എവിടെയെങ്കിലും മോണില് നമ്പർ 3-ലായാലും മതിയെന്ന് പറയും. ആ ഓപ്പോസിറ്റുള്ള പേടകമാണെങ്കിൽ അവരോട് പറയും, അതൊരു പോപ്പുലർ ആയിട്ടുള്ള ഗ്രഹമാണ്, അവിടേക്ക് ഡാബുറയും ബാബുടിയും മുൻപ് പോയിട്ടുണ്ട്, അതല്ലാതെയും വേറെ ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ടെന്ന് പറയും. ഉടനെ ഗോമ ആണെങ്കിൽ ഷോക്കായി അതാരാണെന്ന് ചോദിക്കും. ഗോമയാണെങ്കിൽ പിന്നീട് പോയത് ആരാണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോഴായിരിക്കും നമ്മൾ എപ്പിസോഡിന് തുടക്കത്തിൽ കണ്ട ആ സിസ്റ്റർ ഡോക്ടർ, അവരാണ് അവിടേക്ക് പോയെന്ന് പറയും. അത് കേട്ട് അവർ ഞെട്ടുകയാണ്. അതിനുശേഷം അവരും അവിടേക്ക് പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഭൂമി കാണിക്കും. ഭൂമിയിൽ ഇപ്പോ ട്രങ്ക്സിന്റെ ബർത്ത്ഡേ പാർട്ടി അത് വേറെ ലെവലില് ആഘോഷിക്കുകയാണ്. ട്രങ്ക്സിനോട് ഇപ്പൊ ഗോർഡൻ അവന്റെ വയസ്സ് എത്രയാന്ന് ചോദിക്കും. അതിനവൻ പറയും, എനിക്കിപ്പോ 9 വയസ്സായി. ട്രങ്ക്സിനോട് പറയും, നിന്നെ കണ്ട അത്ര പ്രായമുള്ളതായിട്ട് തോന്നുന്നില്ല, നീ വളരെ യങ്ങായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതിന് ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, ജാൻസ് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ദൂരത്തായിട്ട് ഇപ്പൊ അവൻ സുപ്രീം കായ്സിനെ കാണും. കായ്സ്, നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ആരോട് സംസാരിക്കാതെ ഒരു ഭാഗത്ത് പോയി ഒതുങ്ങിയിരിക്കുന്നത്? നിങ്ങൾ അന്ന് കമ്പൈൻ ആയതല്ലേ, വീണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ആയും ചോദിക്കും. അതിനവര് പറയും, ഈ കമ്മലിന്റെ ശക്തിയാൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയി. പിന്നെ ഇദ്ദേഹത്തിന് ഇപ്പൊ പ്രായം കൂടി വരികയാണ്, അതുകൊണ്ട് വീണ്ടും ഞങ്ങളെ കൊണ്ട് കമ്പൈൻ ആവാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയും. അത് കേട്ട് ആ ഏജ്ഡ് ആയിട്ടുള്ള കായ് ആണെങ്കിൽ ദേഷ്യപ്പെടും. ഇത് കേട്ട് ഗോഹാനെ എവിടെയും കാണാനില്ലല്ലോ, അവൻ എവിടെയും ചോദിക്കും. അതിന് ഗോക്കു പറയും, അവനിപ്പോ ഫുൾ ടൈം പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാർട്ടിക്കൊന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ അവനെ കിട്ടില്ല എന്ന് പറയും. ഗോക്കു ആണെങ്കിൽ നിറയെ ഫുഡൊക്കെ കുത്തിക്കയറ്റി ഇപ്പോ വജീറ്റയെ നോക്കും. ആക്ച്വലി എന്റെ വയറ് ഫുള്ളായി, എനിക്കിതൊന്ന് ദഹിപ്പിക്കണം, നമുക്ക് വീണ്ടും ഒന്ന് ട്രെയിനിങ് എടുത്താലോ ചോദിക്കും. അതിന് വജീറ്റ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഗോക്കുവും വജീറ്റയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. താഴെ കോട്ടനും ടീമും ആണെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്ത് നോക്കും. ബുൽമയാണെങ്കിൽ ക്യാഷ്ഡ് ആയിട്ട് പറയും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. വജീറ്റയും ഗോക്കു ആണെങ്കിൽ 2 എക്സ്ട്രീം പവർ ഉപയോഗിച്ച് പരസ്പരം ആഞ്ഞടിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ബ്ലാക്ക് മാനെ കാണിക്കും. അവനാണെങ്കിൽ ഡണ്ടയോട് പറയും, താഴെ എല്ലാവരും പാർട്ടിയും ഫൈറ്റൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്, എനിക്ക് അവിടേക്ക് പോകാൻ തോന്നുന്നു. പിന്നെ ഡണ്ട പറയും, നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പാർട്ടിയൊക്കെ ആഘോഷിച്ച് സമയം കളയാൻ നമ്മളെ കൊണ്ടാവില്ല. അവരത് പറയുന്ന അതേ നിമിഷം ഇപ്പോ ആ ഒരു പേടകം അത് അവിടേക്ക് വരികയാണ്. അവരാണെങ്കിൽ പുറത്തേക്ക് വരുന്നത് കണ്ട് ഡണ്ടയും ബ്ലാക്ക്മാനും അവർ രണ്ടുപേരും ഭയപ്പെടും. ഡണ്ടയാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ഉടനെ ആ സ്പൈക്കൻ പറയും, ഞങ്ങൾ എല്ലാവരും ഡീമൺ റീലത്തിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്, നിന്റെ കാതൊക്കെ നീണ്ടിരിക്കുന്നു, സോ നീയും ഡീമൺ റീലത്തിലുള്ള ആളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പറയും. ഉടനെ ആ കുഞ്ഞൻ ഉണ്ടപ്പനാണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നിന്റെ കയ്യിലുള്ള ആ ഡ്രാഗൺ ബോൾസ് ഉള്ളത് അത് ഞങ്ങൾക്ക് വേണം. അതിന് ഡണ്ട പറയും, അയ്യോ എന്റെ കയ്യിലില്ല, ഞാനത് തരില്ല. ഉടനെ അവനാണെങ്കിൽ ആ വയസ്സിനായ നമുക്കിയനോട് ഭൂമിയിലുള്ള ഡ്രാഗൺ ബോൾസ് അത് കണ്ടെത്താനായിട്ട് പറയും. നീ അത് കണ്ടെത്തി തരികയാണെങ്കിൽ നിനക്ക് 1000 വർഷം കൂടെ ആയുസ് ഞാൻ തരും, ഞങ്ങൾ അസുര ലോകത്തുള്ളവരാണ്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് പറയും. ഞങ്ങളുടെ അസുര ലോകത്തും ഡ്രാഗൺ ബോൾസ് ഉണ്ട്, പക്ഷെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേറെ കുറച്ച് ആളുകളുണ്ട്, സോ അതുകൊണ്ട് തന്നെ അത് എടുക്കാനായിട്ട് കഴിയില്ല, ഇവിടെ അത് സുലഭമായിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് പറയും. ഉടനെ ആ ഏതൊരു നമുക്കിയനാണെങ്കിൽ കൈ നീട്ടി ആ ഡ്രാഗൺ ബോൾസ് അവിടേക്ക് കൊണ്ടുവരികയാണ്. ആ ഡ്രാഗൺ ബോൾസ് ഇപ്പൊ വെറും കല്ലുകളായിട്ടാണ് ഉള്ളതെന്ന് പറയും. അവിടേക്ക് കൊണ്ടുവന്ന ആ ഒരു 7 കല്ലുകളും ഇപ്പൊ അപ്പാപ്പൻ നമുക്കിയനാണെങ്കിൽ ഡ്രാഗൺ ബോൾസ് ആക്കി മാറ്റുകയാണ്. അത് കണ്ട് ഡണ്ട ഞെട്ടും. ഉടനെ ഡണ്ടയാണെങ്കിൽ അവിടേക്ക് വന്ന് അവരെ തടയാൻ ശ്രമിക്കുമെങ്കിലും ഇപ്പൊ ആ സ്പൈക്കനാണെങ്കിൽ ഡണ്ടയെ അടിച്ചിട്ട് അവിടേക്ക് ഷെൽട്രോണെ വിളിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും വണ്ടറടിക്കും, കാരണം ഷെൽട്രോൺ വരുന്നത് പോലെ മുഴുവൻ ഇരുണ്ടു വന്നിരിക്കുകയാണ്. ബൊൽമയാണെങ്കിൽ തീർത്ത് പറയും, ഡ്രാഗൺ ബോൾസ് ഇപ്പോഴും കല്ലായിട്ട് തന്നെയാണ് ഇരിക്കാൻ ചാൻസ്, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഷെൽട്രോൺ ഇവിടേക്ക് വരാൻ യാതൊരു ചാൻസും ഇല്ല. പക്ഷേ സുപ്രീം കായ്സ് ആണെങ്കിൽ എന്തോ ഒരു പവർ തിരിച്ചറിയും. ഇവിടെ ഷെൽട്രോൺ വന്നത് കണ്ട ആ ഒരു ഉണ്ടപ്പൻ അവനാണെങ്കിൽ വിളിച്ചു പറയും, ആ ഒരു മാജിക് ബോ ആയിട്ട് ഫൈറ്റ് ചെയ്ത ഭൂമിയിലുള്ള എല്ലാവരെയും ചെറിയ കുട്ടികളാക്കി മാറ്റണം, 5 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികൾ. അടുത്ത നിമിഷം ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് എന്തൊക്കെയോ ചില ചേഞ്ചസ് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.